ഏൻഷ്യ ഫാഷൻ ഐക്കൺ 2025 അടുത്ത് വരുന്ന ഒരു ഫാഷൻ ഷോ, ഡിസൈനേഴ്സിന്റെ ഒരു ഫാഷൻ ഷോ നമ്മുടെ ഷീബ റഹ്മാൻ ഡയറക്ഷൻ ചെയ്യുന്നു. അതുമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഹലോ ഷീബ, അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ഷോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കക്കാടംപൊയിൽ, അതായത് മിനി ഊട്ടി എന്ന് പറയുന്ന കക്കാടംപൊയിൽ നാച്ചുറൽ തീമുമായി ബന്ധപ്പെട്ടിട്ടൊരു വണ്ടർഫുൾ ഷോയാണ് ഷീബ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അതായത് ആരൊക്കെയാണ് ഇതിൽ വരുന്നത്, ഡിസൈനേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ, എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഷീബ തന്നെ. ഈ ഷോ എന്ന് പറയുന്നത് ടാലന്റഡ് ഡിസൈനേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു അവാർഡ് ഷോ ആണ്. ഇതിൽ ഫസ്റ്റ് വരുമ്പോൾ കേരള മ്യൂസിക് ഈ ഒരു ഷോ ചെയ്തതിന് ശേഷം നാഷണൽ ലെവലിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അത് WDF ഡിസൈൻ ഫോറം അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ്. അതായത് ഈ ഷോ ഡിസൈനേഴ്സിനെ സെലക്ട് ചെയ്യുന്നവർക്ക് നാഷണൽ ലെവലിൽ വെക്കാൻ പറ്റും. അതെ, അല്ല, ഈ ഡിസൈനർ ടാലന്റ് ഷോ ടാലന്റ് ഡിസൈനേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ. പക്ഷെ അതിന്റെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വേൾഡ് ഡിസൈനിങ് ഫോറം കൂടി നമ്മളുടെ അസോസിയേറ്റ് അവർ ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു അസോസിയേഷൻ വന്നിട്ടില്ല. ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇതിലേക്ക് വരുന്ന ഡിസൈനേഴ്സ് വിന്നർ ആവുന്നത് ഓപ്പർച്യൂണിറ്റി ആണ്. നാഷണൽ ലെവലിലേക്ക് എത്ര പേര് സെലക്ട് ചെയ്യും? വിന്നർക്ക് മാത്രം. ഫസ്റ്റ് വിന്നർ. പക്ഷെ ഒരാൾക്ക് മാത്രം അത് ഏറ്റവും നന്നായി ചെയ്ത ഒരാൾക്ക് വിന്നറായി വരുന്നവർക്ക് മാത്രം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ നാഷണൽ ലെവലിലേക്ക് മത്സരിക്കും. പക്ഷെ അത് കൂടാതെ വരുന്ന എല്ലാ ഡിസൈനേഴ്സും നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ ഇവര് ലക്കിയാന്ന് പറയും. കാരണം നമ്മൾ ഇതിന്റെ ബാക്കിൽ ഒരു ഡിസൈനർ ഷോ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ഒരു ഷോ ഡിസൈൻ ചെയ്തിരിക്കും. ഇതിനകത്തേക്ക് ടാലന്റഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സിനെ കൊണ്ടുവന്നു അവർക്ക് താല്പര്യം ചെയ്യുന്നു, അവർക്കൊരു എന്റർപ്രണർ ആകാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ ഇതിൽ കൂടെ ഓർക്കുന്നത്. അതായിരിക്കും ഏറ്റവും ഈ ഷോന്റെ ബെനിഫിറ്റ്. അതെ, ഈ വരുന്ന ഡിസൈനേഴ്സിനുള്ള ബെനിഫിറ്റ് അതാണ്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ, അവർക്ക് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. നമ്മൾ കക്കാടംപൊയിലാണ് ഇപ്പോൾ വെന്യൂ സെലക്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് ടാസ്കുമാണ് അവിടെ ഈ ഷോ കണ്ടക്ട് ചെയ്യാന്നുള്ളത്. ഫോറസ്റ്റിന്റെ ഉള്ളിലായി അത് ഫോറസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു, അതല്ലെങ്കിൽ എന്തായിരുന്നു അതിന് മെയിനായിട്ട് പറയാൻ? ഫോറസ്റ്റ് ബേസ് ചെയ്ത് അല്ല, ഞാൻ ഈ ഒരു ഷോ തന്നെ എൻ്റെ ഒരു മൈൻഡിൽ ഈ ഒരു ഷോന്റെ ഡിസൈൻ തന്നെ വന്നത് ഈ കക്കാടംപൊയിൽ കണ്ടതിന് ശേഷം. കാരണം അല്ല, ഇതിന് മുന്നേ ഡിസൈനർ ഷോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോ ഒക്കെ എന്റെ കമ്പനിക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ കുറെ വർഷമായിട്ട് ഇതില് നമ്മളിങ്ങനെ ഒരു ഡ്രീം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു ബി റിസോർട്ട് വിസിറ്റ് ചെയ്തു. അവിടെ ആ ഒരു പ്ലേസിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഷോ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലേസിൽ വെച്ചാണ് എനിക്ക് ആ പ്ലേസിൽ തന്നെ ഷോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തീമിനെ ബേസ് ചെയ്തിട്ട്, കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു തീം ഒരു ഡിഫറെന്റ് ആണ്. നമ്മുടെ എപ്പോഴും ഒരു ഇൻഡോർ ഷോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതിന് പകരം ഞാൻ എടുത്തേക്കുന്ന തീം തന്നെ ഒരു നേച്ചറാണ്. അപ്പൊ അത് ആ നേച്ചർ ആ ഒരു ആംബിയൻസിൽ തന്നെ ഈ ഒരു ഷോ പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് ഭയങ്കര ഒരു ടാസ്ക് പിടിച്ചാണ്. നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതെ, അത്രയും ടാസ്ക് ആണ് ഇവിടെ, അഡ്വഞ്ചർ പറയാം. അത്രയും ആ സ്ഥലത്തിന് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും അവിടെ ചെയ്തോണ്ടില്ലേ. ഇതിലത്തെ പാർട്ടിസിപ്പൻസിന് വേറെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്? പാർട്ടിസിപ്പൻസിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഇത് തന്നെയാണ്. ഇപ്പൊ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഡിസൈനേഴ്സ് വരുമ്പോൾ അവരുടെ ഇത് ഷോക്കേസ് ചെയ്യാന്നുള്ളതിന് ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ നമ്മള് ഈ ഒരു കേരള ലെവലിലുള്ള ഒരു അവാർഡ് അവർക്ക് കൊടുക്കുന്നുണ്ട് ഡിസൈനേഴ്സ്. അതല്ലാതെ നമുക്ക് സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡായിരുന്നു നമ്മുടെ കമ്പനി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് നാഷണൽ നെക്സ്റ്റ് ഇയർ നമ്മളൊരു നാഷണൽ ഡിസൈൻ അവാർഡ് തന്നെ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അതിലേക്ക് ഇവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഷോയിലേക്ക് വരുന്നവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ട്. എല്ലാവരും പറയുന്ന പോലെ ഒരു വെറും വാക്കല്ല, അതിനുള്ള പ്ലാറ്റ്ഫോം എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഓൾറെഡി ഒരു 30 നമ്മൾ ഓൾറെഡി രജിസ്റ്റർഡ് ആണ്. അതിൽ പകുതി ആൾക്കാരുടെ സ്കെച്ചൊക്കെ വന്നു കഴിയും, ബാക്കിയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിൽ നിന്ന് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ എന്നായിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക? പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ എൻക്വയറീസ് വന്നിരുന്നു. പക്ഷെ അതില് ഫസ്റ്റ് സ്കെച്ച് ചെയ്ത് അയക്കുന്ന ഇത്ര ആൾക്കാരെയായിരിക്കും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അതിലും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്.
എന്തുകൊണ്ട് ഒരു നല്ലൊരു സംഭവം തന്നെ ആയിരിക്കും അല്ലെ? അതെ, കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിൽ കൂടിയിട്ട് ഈ വിമൻ എന്റർപ്രണർഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവർ സപ്പോർട്ടും പിന്നീട് എന്തായാലും കിട്ടും അല്ലെ? അതെ, അതെ, തീർച്ചയായും. എന്തുകൊണ്ടും ഷീബയുടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ വിമൻ എന്റർപ്രണറിന്റെ ഭാഗമായിട്ട് ഇത്രയും ഡിസൈനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹെൽത്ത് വോഗിനും ഇതിൽ ഈ ഭാഗമാവാനും കൂടുതൽ ഇൻട്രസ്റ്റും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കൂടുതലും താല്പര്യം വന്നിട്ടുള്ളത്.